കേരള സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന പൊതുമേഖലാ പാക്കേജ്ഡ് ഡ്രിങ്കിംഗ് വാട്ടർ ബ്രാൻഡായ ഹില്ലി അക്വയുടെ പുതിയ ഉൽപാദന പ്ലാന്റ് ഇരിട്ടിയിലെ തന്തോട് പഴശ്ശി പദ്ധതി പ്രദേശത്ത് സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾക്ക് വഴി തുറന്നു. 25 കോടി രൂപയുടെ നിക്ഷേപം പ്രതീക്ഷിക്കുന്ന പദ്ധതിയാണിത്. പദ്ധതിയുടെ ഭാഗമായി പഴശ്ശി ഇറിഗേഷൻ പദ്ധതിയുടെ ജലസ്രോതസ് പ്രയോജനപ്പെടുത്തി ഹില്ലി അക്വ പ്ലാന്റ് സ്ഥാപിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പേരാവൂർ നിയോജക മണ്ഡലം MLA കൂടിയായ മന്ത്രി സണ്ണി ജോസഫും കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് റോജർ സെബാസ്റ്റ്യനും ചേർന്ന് ജലവിഭവ മന്ത്രി മോൻസ് ജോസഫിന് കത്ത് നൽകി. അടിയന്തര നടപടി സ്വീകരിക്കാൻ കത്തിൽ കുറിച്ചു. മന്ത്രി KIIDC CEOയ്ക്ക് നിർദ്ദേശം നൽകിയതോടെ മലബാറിൽ ആദ്യത്തെയും കേരളത്തിൽ മൂന്നാമത്തെയും പ്ലാന്റ് ഇരിട്ടിക്ക് ലഭിക്കുമെന്ന് ഉറപ്പായി. പഴശ്ശി അണക്കെട്ട് ജില്ലയിലെ ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കുന്ന വിവിധ പദ്ധതികളുടെ പ്രധാന ജലസ്രോതസ്സാണെന്ന് വ്യക്തമാക്കിയ കുറിപ്പിൽ നിർദ്ദിഷ്ട ഹില്ലി അക്വ പദ്ധതിയുടെ പ്രധാന ജലസ്രോതസ്സായി പഴശ്ശി ഇറിഗേഷൻ പദ്ധതിയെ പരിഗണിക്കണമെന്നും മന്ത്രി സണ്ണി ജോസഫ് ആവശ്യപ്പെട്ടിരുന്നു. പദ്ധതിയുടെ പ്രാധാന്യം പരിഗണിച്ച മന്ത്രി മോൻസ് ജോസഫ് തത്വത്തിൽ അനുകൂല നിലപാട് വ്യക്തമാക്കിയതായി സണ്ണി ജോസഫും റോജർ സെബാസ്റ്റ്യനും അറിയിച്ചു. തന്തോട് പഴശ്ശി പ്രദേശത്ത് വെള്ളം കയറാത്ത അനുയോജ്യമായ സ്ഥലം കണ്ടെത്തി പ്ലാന്റ് സ്ഥാപിക്കുന്നതിനാണ് പ്രഥമ പരിഗണന നൽകുക. ജലസ്രോതസ്സിനോട് ആവശ്യമായ സൗകര്യത്തോടെ ചേർന്ന് നിൽക്കുന്നതോടൊപ്പം പ്രളയ സാധ്യതയും ഭൂമിയുടെ ഉപയോഗയോഗ്യതയും കണക്കിലെടുത്ത് അനുയോജ്യമായ സ്ഥലം കണ്ടെത്തുന്നതിനായിരിക്കും തുടർ പരിശോധന. അന്തിമ സ്ഥലം സാങ്കേതിക പരിശോധനകൾക്കും ബന്ധപ്പെട്ട വകുപ്പുകളുടെ നടപടിക്രമങ്ങൾക്കും ശേഷമായിരിക്കും നിശ്ചയിക്കുക.